ഹായ്, എല്ലാവർക്കും ഷാഡോ കപ്പിളിലേക്ക് സ്വാഗതം. ഞങ്ങൾ നിൽക്കുന്നത് വലിയൊരു സൂര്യകാന്തി പൂത്തോട്ടത്തിന്റെ നടുക്കാണ്. ഇത് എവിടെയാ? ഗുണ്ടൽപേട്ടയല്ല, മൈസൂറല്ല, തമിഴ്നാടല്ല, കൊടകല്ല, പിന്നെ എവിടെയാണ്? നമ്മുടെ കൊച്ചു കേരളത്തിൽ വയനാട്ടിലാണ്. വയനാട്ടില് നമ്മള് ലൊക്കേഷൻ ഒക്കെ ഞങ്ങള് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വരിക. ബാക്കി വിശേഷങ്ങൾ ഞങ്ങളെ സ്വന്തം ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത്. ഞങ്ങൾ ഓടി വന്നാണ് നിങ്ങളൊക്കെ പരിചയപ്പെടുത്താനായിട്ട്. അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഈ സൂര്യകാന്തി കൃഷി ചെയ്ത ജെയിംസ് ഏട്ടൻ നമ്മളെ കൂടെ ഉണ്ട്. ജെയിംസ് ഏട്ടാ, അപ്പൊ നമ്മുടെ ഈ സൂര്യകാന്തി നമ്മുടെ നാട്ടിലെ കാലാവസ്ഥക്ക് ഒരു പറ്റിയതാണോ? ഞാൻ ഇപ്പൊ കൃഷി ചെയ്തപ്പോ വലിയ കുഴപ്പമില്ല, പറ്റിയത നമ്മുടെ കാലാവസ്ഥക്ക് പറ്റിയ ഇതാണ്. അപ്പൊ ഇവിടെ കുറെ ആൾക്കാരൊക്കെ സൂര്യകാന്തി പൂ കാണാൻ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് തന്നെ ഒരു ഏകദേശം 100 ആളോടും വന്നിട്ടുണ്ട്. അവർക്കൊരു കൗതുകാണല്ലേ നമ്മുടെ നാട്ടില് നമ്മള് ഇത് കാണണമെങ്കിൽ ഗുണ്ടൽപേട്ട അങ്ങോട്ടൊക്കെ പോണം. ഗുണ്ടൽപേട്ടയൊക്കെ പോവാണെങ്കിൽ അവിടെ കസാര വെച്ച് ചാർജ് എടുത്തിട്ടാണ് അവർ വാങ്ങുന്നത്. അതെ, അതായത് അവർക്ക് തോന്നുന്ന ഫീസാണ്. 50 രൂപ മേടിക്കും, 20 രൂപ, 10 രൂപ വരെ മേടിക്കുന്ന ആളുണ്ട്. പക്ഷെ ഇവിടെ ആവുമ്പോ നമുക്ക് ഞാൻ ആശ്വസിച്ച് പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാ കൊച്ചുമക്കളൊക്കെ വരുമ്പോ നമുക്കൊരു സന്തോഷം. അതാണ് വേണ്ടത്. അപ്പൊ നമ്മള് ഈ സൂര്യകാന്തി കൃഷി ചെയ്തത് നമ്മള് പുറമെ കൊടുക്കാൻ വേണ്ടിയിട്ടാണോ അതോ ചേട്ടന് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണോ? അല്ല, ആദ്യം ഞാൻ ചെയ്തു നോക്കാന്ന് ഓർത്ത് ചെയ്താ. ഇപ്പൊ ഭംഗിയുണ്ടോ തന്നെയല്ല, ഇത് അവസാനം നമ്മൾ കൊയ്തെടുത്താലും ഒന്നുമില്ലെങ്കിൽ കർണാടക എവിടെയും കൊണ്ട് കൊടുക്കുക അല്ലേ? ഇവിടെ ആരെങ്കിലും വന്നെടുക്കാൻ ആളുണ്ടെങ്കിൽ അവർക്കും കൊടുക്കാം. അപ്പൊ ആദ്യം ഒരു പരീക്ഷണത്തിന് വേണ്ടി ചെയ്തു. അപ്പം ഇത്തരം കൂടുതലായിട്ട് ചെയ്തതാണോ അതോ കുറച്ച് ഏരിയ തിരിച്ച് ചെയ്തു? ഇല്ല, ഒരു 1/2 ഏക്കർ മാത്രമേ ചെയ്തോളൂ. 1/2 ഏക്കർ ചെയ്തു ആദ്യം ഒരു പരീക്ഷണം. അപ്പം ഇപ്പൊ ഇതില് ഒരു വിളവ് എടുത്തു കഴിഞ്ഞിട്ട് അടുത്ത പ്രാവശ്യത്തേക്ക് കുറച്ചും കൂടെ വിപുലമായിട്ട് ചെയ്യാൻ 1 ഏക്കർ ചെയ്യാൻ താല്പര്യമുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇപ്പൊ പുറത്തുനിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വരുവാണെങ്കിൽ ചേട്ടൻ അതൊരു ബുദ്ധിമുട്ടാവോ? ഒരു ബുദ്ധിമുട്ടില്ല. ഇല്ല, സന്തോഷമുള്ളു. ആൾക്കാര് കണ്ട് സന്തോഷിച്ചു പോകുന്നതിൽ ആൾക്കാര് വന്ന് കാണുമ്പോ എനിക്ക് സ്വയം സന്തോഷം ഉണ്ടാവും. അടിപൊളി. സൂര്യകാന്തിത്തോട്ടം എന്ത് രസമല്ലേ കാണാൻ, അടിപൊളിയായിട്ട് നല്ല തിങ്ങി നിറഞ്ഞ. ഏറ്റവും വലിയ സന്തോഷം എന്താന്നറിയാട്ടാ, നമുക്കിപ്പോ ഇത് ദൂരെ ഒന്നും പോയി കാണണ്ടല്ലോ, നമ്മുടെ നാട്ടിലാന്ന് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷം. നമ്മളെ നാട്ടില് ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്. പക്ഷെ എങ്ങനെയായിരുന്നു അറിയോ, ഈ ഇടവിട്ടിട്ട്, അതായത് ഒരു രസമില്ല കാണാൻ. അത് ഓരോ അതായത് ഇങ്ങനെ തനിച്ച് നിൽക്കുന്ന പോലെ ഓരോ പൂവും. ഇതാകുമ്പോ ഇങ്ങനെ അടുപ്പിച്ചുള്ളതുകൊണ്ട് എന്ത് രസാ കാണാനല്ലേ. നമ്മള് ശരിക്കും ഒരു ഗുണ്ടൽപേട്ടയൊക്കെ പോയിട്ട് ഒരു തോട്ടം കാണുന്ന പോലെ. അത് മാത്രമല്ല, ഈ പൂക്കൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര പോസിറ്റീവ് വൈബുള്ള സാധനം. ആ പൂക്കളിടയ്ക്ക് നമ്മളും കൂടെ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫീലിംഗ്. നമുക്ക് ഇങ്ങോട്ട് വരുന്ന വഴിയൊക്കെ ഉണ്ടല്ലോ, ഒരു ഓഫ് റോഡ് വരുന്ന പോലെ നല്ല രസമുണ്ടല്ലേ. വയലും പുഴയും കബനീന്റെ അടുത്താണ് അല്ലേ? കബനീന്റെ അടുത്ത്. അപ്പൊ ഇവിടെ കബനിയും പോകാം. നമുക്ക് വരുന്ന വഴിക്കുള്ള കാഴ്ചകൾ നല്ല അടിപൊളി കാഴ്ചയാണ്. നമ്മുടെ വയനാടിന്റെ ഒരു എന്താ പറയാ, അടിപൊളി വ്യൂ ആണ്. പിന്നെ അത് മാത്രമല്ല, കർണാടക ചേർന്നിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ ഇത് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് കർണാടക അതിർത്തി കേട്ടോ. ആ പുഴ കഴിഞ്ഞു കഴിഞ്ഞാൽ കർണാടക അതിർത്തിയാ. നിങ്ങൾക്ക് വേണമെങ്കിൽ കർണാടക അവിടെ പോയിട്ട് വേണമെങ്കിൽ കൊട്ടത്തോണിയിലേക്ക് ഒന്ന് കയറിയിട്ട് യാത്രയൊക്കെ ചെയ്യാം അല്ലെ. ഇവിടെ വന്ന് സൂര്യകാന്തി തോട്ടമൊക്കെ കാണുകയും ചെയ്യാം. ഒരു നല്ല പ്രത്യേക നിങ്ങളെ വൈബ് മാറും ഇവിടെ വന്നു കഴിഞ്ഞാൽ അല്ലേ. അപ്പൊ നമ്മുടെ സ്ഥലങ്ങളൊക്കെ കണ്ടറിഞ്ഞിട്ട് കുറെ ചേട്ടന്മാര് ചേച്ചിമാരൊക്കെ ഇത് കാണാൻ വന്നിട്ട്. ചേട്ടാ, എവിടെ നിന്നാണ്? ഞങ്ങള് പുൽപ്പള്ളി തന്നെയാണ്. അപ്പൊ ഇതെങ്ങനെയാണ് അറിഞ്ഞത്? ഇവിടെ ഞങ്ങള് ന്യൂസിൽ കണ്ട് അറിഞ്ഞു വരുന്നുള്ളൂ അല്ലെ. അതായത് നമ്മുടെ ഇത്ര അടുത്ത സ്ഥലം കാണുമ്പോ ഒരു അത്ഭുതം തോന്നുന്നുണ്ടോ? ഒരു സൂര്യകാന്തി കാണാൻ വേണ്ടി ഞങ്ങള് ലൊക്കേഷനൊക്കെ തപ്പിയെടുത്ത് വന്നതാണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് പോണെങ്കിൽ ഗുണ്ടൽപേട്ട വരെ പോണല്ലേ സൂര്യകാന്തി കാണാൻ. ഓക്കെ, അപ്പൊ ഇത് അടുത്ത് ഇങ്ങനെ ഒരു ഇത് കണ്ടപ്പോ അത്ഭുതമായി കാണാൻ വേണ്ടി. ഇത് ആരൊക്കെയാണ് കൂടെ വന്നിരിക്കുന്നത്? വൈഫിന്റെ അമ്മ, വൈഫിന്റെ അച്ഛ, അവിടെ നൈബേഴ്സ്. ഓക്കെ. അപ്പം ഇങ്ങോട്ട് വരുന്നവരോട് ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ട്.
ഭയങ്കര ചെളിയാണ് കേട്ടോ ഇവിടെ, നല്ല ചെളിയാണ്. അപ്പൊ നിങ്ങൾ നല്ല ഡ്രസ്സൊന്നും ഇട്ടിട്ട് വരരുത്, നല്ല ചെരുപ്പ് ഇട്ടിട്ട് വരരുത്, അല്ലെ? അത് കണക്കാക്കി നിങ്ങൾ വേണം വരാനായിട്ട്. ഇത് കണ്ടോ, ദേ ഇത് നോക്കിയാ നല്ല രസമുണ്ട് ഇട്ട് ചെളി കൂടെ നടക്കുമ്പോ തന്നെ. അല്ലേ ഇത് നീ ഞങ്ങളെ കാലേക്ക് ഇല്ല അതിലേ വരാം, അതിലേ. ചേട്ടാ ചേട്ടൻ നമ്പർ വേണം. ഞങ്ങൾ അങ്ങോട്ട് വരാം. മതി. അപ്പൊ നമ്മുടെ ജെയിംസ് ചേട്ടനെ കൃഷിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ചേച്ചിയാണ്. ചേച്ചിയുടെ പേരെന്താ? എന്റെ പേര് മേരി. മേരി ചേച്ചി, ഈ ജെയിംസ് ചേട്ടൻ ഇങ്ങനെ സൂര്യകാന്തി കൃഷിന്റെ കാര്യം പറഞ്ഞപ്പോ എന്താണ് ഫസ്റ്റ് തോന്നിയത്? നടാന്ന് തോന്നി. ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ പണ്ട് ഇവിടെ 2 ചെടിച്ചട്ടിയിൽ നട്ട് അതിന് പൂ പരീക്ഷിച്ചതാണ്. പരീക്ഷിച്ചതാ. അപ്പൊ ജെയിംസ് ചേട്ടൻ പറഞ്ഞു കൊടുത്തോ ഇങ്ങനെയൊക്കെയാ ചെയ്യേണ്ടത്? അപ്പൊ ജെയിംസ് ചേട്ടൻ ഞങ്ങള് പൂട്ടി നല്ലോണം ചാലൊക്കെ എടുത്ത്, അപ്പൊ ജെയിംസ് ചേട്ടനെ സഹായിക്കാൻ ഞാനും ഉണ്ടായിരുന്നു, പിള്ളേരും കൂടും, ഞങ്ങൾ എല്ലാരും കൂടെ കൂടിയാ നട്ടത്. അപ്പൊ എല്ലാരും ഹാപ്പിയാണ്? എല്ലാരും ഹാപ്പിയാ. അപ്പൊ ഞങ്ങള് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോകളായിട്ട് നമ്മൾ ഇനിയും വരും. അപ്പൊ നമ്മുടെ വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കണമെങ്കിൽ ആ സൈഡിലുള്ള ബെല്ലൈക്കൺ എന്ത് ചെയ്യണം ഏട്ടാ? ഒന്ന് അടിച്ചു പൊടിക്കണം. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.